ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഇപ്പോഴത്തെ ഒരു ട്രൂ ഇന്റൻഷൻ, യഥാർത്ഥ ഉദ്ദേശം, തീരുമാനമൊക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ നടക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക. ഇവരുടെ പേര് ഇവരുടെ മുഖവും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു രീതിയിൽ എനർജി റീഡിങ്ങുമായിട്ട് ബാലൻസ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. High Priestess, Justice, Five of Wands, Queen of Wands, the Fool energy, the Lovers, Knight of Pentacles, Eight of Wands, Star energy, Queen of Pentacles, Six of Wands, the Tower, Nine of Cups, Queen of Swords, Ace of Cups, Six of Cups, Hierophant, Knight of Cups, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ് എനർജി ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സെപ്പറേഷൻ സ്റ്റേജ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക, പതുക്കെ പതുക്കെ ഒരു അവോയ്ഡ്നെസ് വരിക, അകൽച്ച വരിക, അങ്ങനെ വന്ന് മാറി നിൽക്കുന്ന വ്യക്തികളല്ല. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്നാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ സ്റ്റേജ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇവർക്കാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയി പോയിട്ടുണ്ടായിരിക്കാം. സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാതെ പോയിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായിരിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജിയിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് വാക്കുകൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കലൊക്കെ നടന്നിട്ടുണ്ട്. ഈഗോ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു സമയത്ത് പ്രശ്നങ്ങൾ നടന്ന സമയത്തായിരിക്കാം നിങ്ങളാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊക്കെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിനെ എന്തായാലും നന്നായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹേർട്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ചില വാക്കുകൾ അവർക്കും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ബന്ധമാണിത്. പക്ഷെ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എനർജിയിൽ എത്ര നിങ്ങൾ അകന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയം, സ്നേഹം അത് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾ ഇപ്പോഴും റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അവരും ഒരു ഹോപ്പ്, പ്രതീക്ഷയോട് കൂടി തന്നെ നോക്കി കാണുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു എടുത്തുചാട്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ മറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരു കൺവിൻസ് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്കൊക്കെ മനസ്സുകൊണ്ട് എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവർ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്തു പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു രീതിക്ക് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണോ നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്? അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഉദ്ദേശം, അവരുടെ തീരുമാനം എന്താണ്? ഇതിന്ന് പൂർണ്ണമായിട്ടും വിട്ടിട്ട് അങ്ങ് പോവുക എന്നുള്ളൊരു തീരുമാനമാണോ അവരുടെ മനസ്സിലുള്ളത്? അതോ നിങ്ങളിലേക്ക് കടന്നു വരണം എന്നുള്ളൊരു തീരുമാനമാണോ? എന്താണ് അവരുടെ ട്രൂ ഇന്റൻഷൻ? ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കാര്യം. അപ്പൊ നമുക്കിവിടെ
റീഡിങ്ങിലേക്ക് സ്പ്രെഡിലേക്ക് തന്നെ വരാം. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നീതിപൂർവമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞതോ കഴിഞ്ഞു, പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ ഇനിയെങ്കിലും ഒരു നീതിപൂർവമായിട്ട് ഈ ഒരു ബന്ധത്തില് ഒരു റീബർത്ത് കൊണ്ടുവരണം. ആ ഒരു റീബർത്തിലൂടെ ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും പഴയ പോലെ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരികയും വേണം. അതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കണം, എല്ലാം ചെയ്യണം. എന്നാൽ മനസ്സിന് ഏറ്റിരിക്കുന്ന ചില കാര്യങ്ങൾ, ചില വാക്കുകളോ മുറിവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് കുറച്ചൊരു ഈഗോ ഉള്ള വ്യക്തികളാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു വാക്കിൽ മാത്രമാണ് ഇവരിപ്പോ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ. ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ആ ഒരു വാക്കിൽ ഇവരിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കുറച്ചൊരു ധാർഷ്ട്യത്തിലൊക്കെ നിൽക്കുന്ന ഒരു എനർജി. അതവർക്ക് മാറും, തീർച്ചയായിട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. പക്ഷെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങള് ചിലപ്പോ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മാത്രം മുറിവേറ്റിരിക്കുന്ന വ്യക്തി ആയിരിക്കില്ല. ചിലപ്പോൾ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന സിറ്റുവേഷൻസ്, പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അതും ഇവരുടെ ഉള്ളിൽ ഒരു ഫിയർ ആയിട്ട് കയറിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു പ്രശ്നം ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. ഇപ്പൊ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മുറിവേക്കുക എന്നുള്ളത് പറഞ്ഞല്ലോ. അത് കൂടാതെ മറ്റൊരു സിറ്റുവേഷനും ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ട് പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ കൊണ്ട് തന്നെ അവരിപ്പോ stuck ആണ്. ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ stuck ആയിട്ടാണ് നിൽക്കുന്നത്. ഇവർക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് ഏത് രീതിയിൽ വേണം എന്നുള്ള ഒരു അറിവുമില്ല. പക്ഷെ എങ്കിൽ പോലും അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അവർ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും തീർച്ചയായും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുകയും ചിന്തിക്കുകയും മിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഒരുപാട് ഭയങ്കരമായ ഒരു സ്വാധീനം ചെലുത്തിയ വ്യക്തികളാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം സിറ്റുവേഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നീതിപൂർവമായിട്ട് പ്രവർത്തിക്കണമെന്നും അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ലവേഴ്സ് എനർജി ആണെന്നുണ്ടെങ്കിലും സിക്സ് ഓഫ് കപ്സ് എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഇവര്. പൂർണ്ണമായും നിങ്ങളെ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളൊരു മെന്റാലിറ്റി നിങ്ങളുടെ വ്യക്തിയിൽ കാണിക്കുന്നില്ല. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് വരാം. ഇവിടെ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും സ്വന്തം മനസാക്ഷി അനുസരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ട ഒരു ബന്ധമാണിത്. കാരണം ഇവരുടെ ലൈഫിൽ ഒരു സമയത്ത് ഇവർ ഒരുപാട് സ്ട്രഗിളിങ് കാര്യങ്ങളൊക്കെ നേരിട്ടുള്ള വ്യക്തികളാണ്. ഒരുപക്ഷെ ആ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ ഫിനാൻഷ്യലി ആയിക്കൊള്ളട്ടെ, ഇമോഷണലി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ സപ്പോർട്ട് വലിയ രീതിക്ക് അവർക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. അവർ വീണ് പോയ സ്ഥലത്ത് നിന്നും അവരെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. അത് ഇമോഷണലി ആണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ അത്രയും നിങ്ങൾ ഇവർക്ക് ഒരു കെയറിങ്ങും സപ്പോർട്ടും എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവര് പൂർണ്ണമായും നിങ്ങളെ തള്ളിക്കളയാൻ തയ്യാറല്ല. നിങ്ങളോട് നീതിപൂർവമായിട്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അവരിപ്പോ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ സഡൻ ആയിട്ട് വരിക എന്നൊരു എനർജി അല്ല, പക്ഷെ തീർച്ചയായും വരിക എന്നൊരു എനർജി ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ കുറെ അധികം കാര്യങ്ങൾ ഉണ്ടായിപ്പോയി. നിങ്ങൾക്കും ഒരുപാട് മുറിവേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുറിവേറ്റിട്ടുണ്ട്. നടക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചു പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്തു നിന്നുള്ള വ്യക്തികളൊക്കെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് അറിഞ്ഞു പോയ ഒരു പ്രശ്നമാണത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒന്ന് ആറി തണുക്കട്ടെ, അല്ലെങ്കിൽ മനസ്സ് എല്ലാ രീതിക്കും ഒന്ന് ഹീൽ ആവട്ടെ എന്നുള്ള മെന്റാലിറ്റിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് ഹീലിംഗ് പ്രോസസ്സിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. അവരിപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണെങ്കിലും അവരുടെ മനസ്സിലേക്ക് ഇത്രത്തോളം ഒരു ഫീലിങ്സ് നിങ്ങളോട് തോന്നണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരിൽ നടക്കുന്ന ആ ഒരു ഹീലിംഗിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അവരിപ്പോ എത്രത്തോളം മാറി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അവർ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ചിന്തിച്ചു കൂട്ടുമ്പോൾ ഇവർക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല. ഒരു വിഭാഗം ചിന്തയിൽ എന്ന് പറയുന്നത്
നിങ്ങൾ എങ്ങനെയായിരിക്കും ഇനി ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. മറുവിഭാഗം എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ ഒരു ഈഗോ വെച്ചിട്ട് പെട്ടെന്ന് പോണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അവൾ അങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ചിന്തയായിരിക്കും. അപ്പൊ ഇവര് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. പക്ഷെ എത്രത്തോളം കൺഫ്യൂഷൻ സ്റ്റേജ് ആണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ മാറി വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ചിന്തകളും ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ഒരുതരം എന്താ പറയുക, ഒരു നിലപാടില്ലാതെയാണ് ആക്ച്വലി നിൽക്കുന്നത്. അത് അവരുടെ ഒരു സിറ്റുവേഷന്റെ ആയിട്ടാണ് നമുക്ക് സ്പ്രെഡിൽ കാണാനും സാധിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. അവരുടെ മനസ്സിൽ അത്രത്തോളം ഒരു സ്ഥാനം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം. അതുകൊണ്ട് ഇവർ ഈ ഒരു ടൈം പീരീഡ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എല്ലാ രീതിക്കും ഒരു പ്ലാനിങ് തയ്യാറാക്കുക. നിങ്ങളിലേക്ക് എത്തേണ്ട രീതി അത് ഏത് രീതിയിൽ വേണം, ഡയറക്റ്റ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണണോ, ഇനി അല്ല നിങ്ങൾക്കിടയിൽ ഒരു മീഡിയേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അത് ഏത് രീതിയിൽ വേണം, അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് അതിനു വേണ്ടി അവരൊരു പ്ലാനിങ് ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. എന്തായാലും ബ്ലോക്ക് മാറ്റുക എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ചിലവരുടെ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ഒരു മെസ്സേജസോ കാര്യങ്ങളോ ആയിട്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് വരാൻ സാധ്യതയില്ല. പക്ഷെ ചിലപ്പോൾ ഒരു ഹായ് എന്നോ അല്ലെങ്കിൽ സുഖാണോ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ഒക്കെ ആയിരിക്കും അവർ ഇടുന്നത്, ഒരു തുടക്കം എന്നുള്ള രീതിക്ക്. പക്ഷെ ആ ഒരു ബ്ലോക്ക് ഒക്കെ മാറ്റി കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നൊരു ഇന്റൻഷൻ നിങ്ങളുടെ വ്യക്തിയിൽ കാണിക്കുന്നുണ്ട്. അതിലൂടെ അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധത്തിന്റെ വിജയം തന്നെയാണ്. ആ ഒരു വിജയത്തിലൂടെ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് എല്ലാം നിലനിർത്താനും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം മറികടന്ന് ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. എങ്ങനെയൊക്കെ വന്നാലും റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം പൂർണ്ണമായും നിങ്ങളെ ഒഴിവാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവർ ഈ ഒരു സമയം വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും നോക്കി കാണുകയും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റങ്ങൾ കൈവരിക്കാനായിട്ട് ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് സെയിം എനർജിയാണ്. നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അവരോട് ഏത് രീതിയിൽ ഇനി അവരോടുള്ള റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നിങ്ങളുടെ പേഴ്സണും അവരുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയറിലോ ഉള്ള എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അവരും തിരുത്താൻ തയ്യാറാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ തന്നെ ഇവിടെ ചിന്തിക്കുന്ന എനർജി ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് നടന്നിരിക്കുന്നത്. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങൾ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇവർക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഒട്ടും ചിലപ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരുന്നില്ലായിരിക്കും. ഒരു ഷോർട്ട് ടെമ്പേർഡ് ഒക്കെ ആയിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ ഒരുപാട് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. എടുത്തുചാട്ടമൊക്കെ മാറിക്കാണും. ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് മെച്യൂർഡ് ആയിട്ട് ചിന്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ചേഞ്ചുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു യൂണിവേഴ്സിന്റെ ഇടപെടൽ തന്നെയാണ്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവസാനിച്ചു പോകേണ്ട ഒരു ബന്ധമല്ല, അത് മുന്നോട്ടേക്ക് പോകേണ്ട ബന്ധമാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഈഗോയോ കാര്യങ്ങളോ ഒക്കെ വെച്ച് പ്രവർത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അയവ് വന്നാൽ മാത്രമേ ഇത് മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. അപ്പൊ അത് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ യൂണിവേഴ്സ് ഇടപെട്ടിട്ട് തന്നെയാണ് ബന്ധത്തിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അത്രത്തോളം പ്രയോറിറ്റി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പോലും ചിന്തിക്കാതെ നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചതായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പ്രവർത്തിച്ചതായതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയം നിങ്ങളോട് നീതിപൂർവം പ്രവർത്തിക്കുകയും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് എല്ലാ രീതിക്കും ചേർത്ത് നിർത്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു വൈകാരികപരമായ പുതിയ തുടക്കം, അവരുടെ മനസ്സിൽ ആ ഒരു ഹൃദയത്തിലുള്ള സ്നേഹം എല്ലാ രീതിക്കും നിങ്ങൾക്ക് നൽകിയിട്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ഇതൊരു ലോങ് ടേം ആയിട്ട് സത്യസന്ധമാകുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോവുക തന്നെ വേണം.
അതുപോലെ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളിലേക്ക് സറണ്ടർ ആവണം. നിങ്ങളും ചിലപ്പോൾ ആ ഒരു അവസരത്തിനായിരിക്കാം നോക്കിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇവരോട് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കൊണ്ടൊക്കെ നിങ്ങൾക്കിടയിൽ ഈഗോ ഒക്കെ വർക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അവരൊന്ന് സംസാരിച്ചാൽ മതി, എന്റെ തെറ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ആവുക, പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാനിങ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശം കാര്യങ്ങൾ നോക്കുമ്പോൾ കിട്ടുന്നത്. അവർ ഈ ഒരു സമയത്ത് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക എന്നുള്ളതല്ല. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് നിങ്ങളെ വേണ്ടാന്ന് വെച്ചത് കൊണ്ടല്ല, അവരുടെ മനസ്സിൽ അവർ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുടെ യഥാർത്ഥമായ തീരുമാനം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് വിട്ടു പോവുക എന്നുള്ളതല്ല, അതിന് പകരം ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു സന്തോഷവും സമൃദ്ധിയും നിലനിർത്തി കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ എനർജി വീണ്ടെടുക്കാനായിട്ട് എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യണം. അതിനു വേണ്ടി ആദ്യം സ്വയം മാറണം. എങ്കിൽ മാത്രമാണ് ബന്ധത്തിൽ ആ ഒരു brightness കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ reunion ഉണ്ടാവും, പക്ഷെ success ആയിട്ട് പോകണമെന്നില്ല, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു അബണ്ടൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ വളരെ ശ്രദ്ധിച്ച് ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇവരുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തികളായിരിക്കും. അബദ്ധങ്ങളിലും പോയി ചാടാറുണ്ട്, അതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് എടുത്തുചാട്ടമൊക്കെ കൊണ്ട്. എങ്കിൽ പോലും അവർ ഒരുപാട് കാര്യങ്ങൾ നല്ലതും ഒക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവർക്ക് ഒരു സമയത്ത് കൊടുത്തിരിക്കുന്ന സ്നേഹവും കാര്യങ്ങളും എല്ലാം കെയറിങ്ങും എല്ലാം അവർ ഈ ഒരു സമയത്ത് എത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും ചിലവര് അതൊക്കെ പോട്ടെ മൈൻഡ് പോലും ചെയ്യാതെ അവഗണിച്ചു പോകുന്നവരും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ടും കെയറിങ്ങും ഓർത്തെടുത്ത് നിങ്ങൾക്ക് നീതി തരാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്രത്തോളം വാല്യൂ പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നവരാണ്. ഒരു സമയം അവർ ആ ഒരു പ്രാധാന്യമൊക്കെ നൽകാതെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ അവരതെല്ലാം തിരുത്താൻ തയ്യാറാകുന്നത് അവർക്ക് ആ ഒരു ആത്മാർത്ഥമായ സ്നേഹം നിങ്ങളോട് ഉള്ളത് കൊണ്ടും അതുപോലെ നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ടിട്ടുമാണ്. ഒരു അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് ഈ ഒരു സമയം ഇവർക്ക് തോന്നുന്നത്. ഇവർ കുറച്ചൊരു ഐസൊലേഷൻ ടൈം ആയിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്, ഒരുതരം ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. കാരണം ആരും ഇല്ല ഇപ്പൊ ചുറ്റിലും, അല്ലെങ്കിൽ ആരിൽ നിന്നും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കെയറിങ്ങോ സപ്പോർട്ടോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ പ്രസൻസ് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ആണ് അതൊക്കെ. ഇപ്പൊ ഹോപ്പ് എന്ന് പറയുന്നത്, പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഇപ്പോ ആളിക്കത്തുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ നോക്കി കാണുന്നത്. ബന്ധം എന്തൊക്കെ പറഞ്ഞാലും ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതുപോലെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക. അവർക്ക് ഇത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ സംഭവിച്ചിനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടേക്കാം, ഇവർ ഇത്രത്തോളം മാറിയോ എന്നുള്ള രീതിക്ക്. ആ ഒരു നിങ്ങളുടെ അത്ഭുതം കാണാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ആകാംക്ഷയോട് കൂടി തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വളർച്ച അവർക്കായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് ചെയ്യണം എന്നൊരു ചിന്തയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയും ഒരു ഹാപ്പിനെസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ തെറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സിറ്റുവേഷൻസ് എന്തെങ്കിലുമൊക്കെ മാറ്റേണ്ട സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിപ്പോ അവരുടെ ക്യാരക്ടറിലാണെങ്കിൽ പോലും അതിനെയെല്ലാം ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവര് നിങ്ങളെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന സ്റ്റേജ് അല്ല, അവർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. അവർ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്ന അവരുടെ ഒരു ഇന്റൻഷൻ റിലേഷൻഷിപ്പ് വീണ്ടെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് മാറാനും നിങ്ങൾക്ക് കുറച്ച് ടൈം തരാനും അവരായിട്ട് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രണയം, സ്നേഹം, അട്രാക്ഷൻ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഒരു ഈഗോ കാര്യങ്ങളൊക്കെ കെട്ടടങ്ങി വന്നിരിക്കുന്ന സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സമയമായിട്ട് കിട്ടുന്നുണ്ട്. ഇവർക്കൊരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ തോന്നുന്നുമുണ്ട്.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. കുറച്ച് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്തൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഉപേക്ഷിക്കുക എന്നൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉദ്ദേശമുള്ള ഒരു പേഴ്സന്റെ എനർജി അല്ല നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഏരീസ്, എസ് എന്നൊരു ലെറ്റർ, നവംബർ മന്ത്, അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഔട്ട്സൈഡ് ആയിരിക്കാം. യു എന്നൊരു ലെറ്റർ, 1968, 1993, UAE വന്നിട്ടുണ്ട്. അഗൈൻ ഔട്ട്സൈഡ് ആണ്. എറണാകുളം, പൈസസ്, കാലിക്കറ്റ്, കൊല്ലം, സെപ്റ്റംബർ 6 എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, നവംബർ, ട്രിവാൻഡ്രം വീണ്ടും വന്നിട്ടുണ്ട്. 32, M എന്നൊരു ലെറ്റർ, H എന്നൊരു ലെറ്റർ, അശ്വതി, D എന്നൊരു ലെറ്റർ, A എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, J വന്നിട്ടുണ്ട്. 24, ജാനുവരി മന്ത്, സ്കോർപിയസ്, D എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. മെയ് എന്നൊരു മന്ത്, G എന്നൊരു ലെറ്റർ. 30 ഡേയ്സ് കാണിക്കുന്നുണ്ട് ചിലരുടെ കേസിൽ, 30 ദിവസം. മെയ് എന്നൊരു മന്ത് വീണ്ടും വന്നിട്ടുണ്ട്. ആലപ്പുഴ, ജൂലൈ, ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.